സ്ത്രീധനമാണ് വിവാഹങ്ങളെ നിർണ്ണയിക്കുന്നതെന്നും അതിനാണ് ആദ്യം അറുതി വരുത്തേണ്ടതെന്നും സാമൂഹിക പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ കെ അജിത പറയുന്നു. പ്രതികരണങ്ങൾ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്ത്രീധനമാണ്. വിവാഹം നിർണ്ണയിക്കുന്നത് സ്ത്രീധനമായിട്ട് പുരുഷൻ്റെ വീട്ടിലേക്ക് എന്തെല്ലാം കിട്ടും എന്നുള്ള ആ വിലപേശലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞത് ഒരു കച്ചവട കരാറാണ് ഇന്ന് പൊതുവെ. ആ കച്ചവട കരാർ എന്നുള്ള ആ ഐഡിയ അത് മാറ്റിമറിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതായത് ഈ സ്ത്രീധനത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെടുന്ന ഒരു പുതിയ ബന്ധം, ഈ ബന്ധത്തിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒരു ഘട്ടം വരെ ഈ സ്ത്രീധനം ഒരു വലിയ വിഷയമാണ്. ഏറ്റവും അടിത്തറയായിട്ട് വരുന്നത് നമ്മുടെ വിവാഹ സമ്പ്രദായമാണ്. ഈ വിവാഹ സമ്പ്രദായവും സ്ത്രീധനവുമാണ് യഥാർത്ഥത്തിൽ ഗാർഹിക പീഡനങ്ങളുടെ അടിത്തറ. ഇതിൻ്റെ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നത് പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരുമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നലെ 1.5 വർഷമായിട്ടുള്ള ഒരു വിവാഹത്തിൻ്റെ കാര്യമല്ലേ നമ്മൾ കേട്ടത്. അതിലാണ് സ്ത്രീധനത്തിൻ്റെ പ്രശ്നം ഉണ്ടായതും. അമ്മയുടെ കുട്ടി എപ്പോഴും ചെന്ന് പറയുമായിരുന്നു, പക്ഷെ അമ്മ ആരോടും പറഞ്ഞില്ല. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ 2 കൂട്ടരും ഒരു തരത്തിൽ ഉത്തരവാദികളാവുന്നുണ്ട്. ഇത് സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലല്ല, ഈ അതിനുശേഷമുണ്ടാകുന്ന പീഡനങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കളും തയ്യാറാവുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ബന്ധം, അവളുടെ വീട്, ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നിൻ്റെ വീട് ഭർത്താവിൻ്റെ അടുത്താണ്, നീ അവിടെ തന്നെ നിന്നാൽ മതി, നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോൾ ആ കുട്ടി പിന്നെ എവിടേക്കാണ് പോവുക? കുട്ടികളുണ്ടാവും, ചിലപ്പം ഒരാശ്രയം ഇല്ലാതെ ആകുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ഈ പലതവണ വന്ന് പറഞ്ഞിട്ടും ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സൊല്യൂഷനും കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.